മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ പ്രതിഷേധം. ഉപ്പുതറ ചപ്പാത്ത് സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസവും സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. വർഷങ്ങൾ നീണ്ടുനിന്ന മുല്ലപ്പെരിയാർ സമരം നടന്ന ചപ്പാത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി. മുല്ലപ്പെരിയാർ ഡാമിൽ നിലവിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. 2018 സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്ററുകൾ വീണ്ടും പങ്കുവച്ച് പലരും ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ചപ്പാത്തിൽ സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർവമത പ്രാർത്ഥനയും ഉപവാസവും സംഘടിപ്പിച്ചത്. വിവിധ ജാതിമത സാമുദായിക സംഘടനാ നേതാക്കൾ പങ്കെടുത്ത പരിപാടിക്ക് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ പിന്തുണയുമുണ്ട്. വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സർവമത പ്രാർത്ഥനയും ഉപവാസവും സംഘടിപ്പിച്ചതെന്ന് സ്നേഹക്കൂട്ടായ്മ. ജനങ്ങൾക്ക് നമ്മുടെ സ്വത്തിനും ജീവനും നമുക്ക് മാത്രമല്ല തമിഴ്നാടിന് ആവശ്യമായത് അവർക്കും ആവശ്യമായത് ലഭിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് പേടിയില്ലാതെ ആകുലതയില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുവാനായിട്ട് ഒരു നിരന്തരമായ ഒരു പരിഹാരം ഉണ്ടാകണം. അതേസമയം മുല്ലപ്പെരിയാർ ഡാമിൽ നിലവിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലാ ഭരണകൂടവും മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റ് അധികൃതരും നൽകുന്ന മുന്നറിയിപ്പുകൾ മാത്രം കണക്കിലെടുക്കുക. 2018 സാമൂഹിക മാധ്യമങ്ങളിൽ ഇറങ്ങിയ പോസ്റ്ററുകൾ വീണ്ടും പങ്കുവെച്ച് ആശങ്കയുണ്ടാക്കുന്നതായും മന്ത്രി പറഞ്ഞു. പ്രചാരവേലകളിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടതില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ STMയോ ജില്ലാ ഭരണകൂടമോ അതാത് സമയങ്ങളിൽ നൽകും. ഇത് ആളുകൾ കൂടുതൽ ആശങ്ക ജനിപ്പിക്കാനേ ഇട നൽകും. അതുകൊണ്ട് ഇപ്പം മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് ഭീതിജനകമായിട്ടുള്ള വാർത്തകളൊന്നും നിങ്ങൾക്ക് നൽകാനില്ല. ഏതെങ്കിലും വിധത്തിലുള്ള അപകടം ഉണ്ടെങ്കിൽ നല്ല മുന്നൊരുക്കത്തോടു കൂടി ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമുക്ക് ആശങ്കയില്ലാതെ ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നും അതിനായി സർക്കാരുകൾ ഇടപെടണമെന്നുമാണ് തീരദേശവാസികളുടെ ആവശ്യം. മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സോഷ്യൽ മീഡിയയിലടക്കം വിവാദ ചർച്ചയായി മാറുമ്പോഴും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോഴും മുല്ലപ്പെരിയാർ സമരസമിതിയും ഒപ്പം ചപ്പാത്തിലെ സ്നേഹക്കൂട്ടായ്മയുമൊക്കെ ആവർത്തിച്ചു വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ശക്തമായ പ്രതിഷേധങ്ങളിലേക്കും സമരങ്ങളിലേക്കുമില്ല. അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.